ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ എന്താ പച്ചക്കറിയൊക്കെ നടുന്നത് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളിന്ന് പച്ചക്കറി നടാൻ പോവാണ് കേട്ടോ. കുറച്ചധികം പച്ചക്കറികളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇതെന്തുവാ ഇത് കുഞ്ഞൻ ഇവിടെ ചാടി വന്നേക്കണ് എന്താ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നടാൻ പോകുന്നത് ബീൻസ് ആണ്. ബീൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വില കൂടി നിൽക്കുന്ന സംഭവമാണ് ബീൻസ് എന്ന് തോന്നുന്നു. അപ്പോൾ ആ കടക്കാരനോട് ഈ എന്ത് തരം ബീൻസ് ആണെന്ന് ചോദിച്ചിട്ട് ആ ചേട്ടൻ പറഞ്ഞില്ല കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെ ബീൻസ് വെച്ചിട്ട് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ബീൻസ് കുറ്റി ബീൻസ് ആണോന്ന് അറിയില്ല കേട്ടോ. കുറ്റി ബീൻസ് ആയിരുന്നു ഇവിടെ വെച്ചത്. അപ്പത്തേക്ക് ഒത്തിരി ഉണ്ടായി. ഇതെന്താണെന്നറിയില്ല, നമുക്ക് എന്തായാലും നട്ട് നോക്കാം. അപ്പോൾ ഒരു തൈക്ക് നമ്മൾ 5 രൂപ വെച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ മൊത്തം കുറേ തൈ ഉണ്ട്. നമുക്ക് ഇതിനെ ആദ്യം വെക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് പിന്നെ കാണിക്കാം. ആദ്യം ഇവിടെ വെക്കാം. പിന്നെ ഗൈസ്, നമ്മുടെ കൃഷിക്കാരൻ ഇന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ കൃഷിക്കാരൻ കടയിൽ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടയുടെ വീഡിയോ വേറെ ദിവസം ഇടാം. പരീക്ഷയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇത്തിരി പാടൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നല്ലപോലെ ഇടും. ഈ പരീക്ഷ വരുമ്പോൾ ഇത്തിരി പാടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഉച്ചക്ക് പരീക്ഷ കഴിയും. പക്ഷെ ക്യാമറാമാന് 3 മണി 3:30 ആകുമ്പോഴേ കഴിയുള്ളൂ. പക്ഷെ അവിടെ നിന്ന് ഇവിടെ വരണമെങ്കിൽ 4-5 ആവും. അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ഇവനെ നടാം. പിന്നെ നിങ്ങൾ വീഡിയോ വന്നില്ല എന്നും പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ മിക്ക ദിവസം ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. നാളെ മറ്റന്നാളൊക്കെ വീഡിയോ വരും കേട്ടോ. നമ്മുടെ കൃഷിക്കാരനാണ് ഇവിടേക്കല്ല അടിപൊളിയായിട്ട് ചെത്തി തന്നിട്ട് റെഡിയാക്കുള്ളൂ. ഇപ്പൊ മമ്മിയാണ് അമ്മ ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്തേക്കണം. കുഴപ്പമില്ല, നമുക്ക് നട്ടാ പോരെ. പിന്നെ ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇനി വാ ഇതാണ് കേട്ടോ എൻ്റെ വെള്ളക്കാന്താരി. അപ്പൊ ഇവന്മാര് ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇവരെ പറിച്ച് നടണം. ഇത്തിരി ആയിട്ട് മതി. അപ്പോൾ ഇതിനെ നടുന്ന വീഡിയോ വരും കേട്ടോ. പിന്നെ നാളെയും മറ്റന്നാളും അതിൻ്റെ മറ്റന്നാളൊക്കെ എന്തായാലും നമ്മൾ വീഡിയോ ഇടും. അപ്പൊ ഇന്ന് വ്യാഴമല്ലേ, വെള്ളി ശനി ഞായർ അവധിയാണ്. പിന്നെ തിങ്കൾ ചൊവ്വയൊക്കെയാണ് പരീക്ഷയുള്ളത്. അത് പിന്നെയും കുഴപ്പമില്ല കേട്ടോ. പിന്നെ എല്ലാ ദിവസവും വീഡിയോ വരും. ചില ദിവസങ്ങളിൽ മാത്രം നമുക്കൊണ്ട് പറ്റില്ലെങ്കിൽ മാത്രമേ ഇടാണ്ടിരിക്കുള്ളൂ, പഠിക്കാൻ ഒത്തിരി ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇനി നടാൻ പോവാണ്. അപ്പോൾ ഇതെന്താ ഗൈസ്, നമ്മൾ ഈ തടത്തിൽ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഇടുവാണ്. പിന്നെ ആരോ കൃഷിഭവനിൽ ആരോ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, അമ്മ പറഞ്ഞു ഈ എല്ലുപൊടി മറ്റേ ജൈവ അല്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയില്ല. പക്ഷെ നമ്മളിത് ഇടാറുണ്ട് കേട്ടോ. മിക്കവരും ഇത് ഇടും. അപ്പൊ ഞങ്ങളൊക്കെ ഇത് ഇടാറുണ്ട്. പിന്നെ നമ്മളെ പണ്ട് പോലെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ ഇടുവാണ്. പിന്നെ ഈ കുമ്മായവും ജൈവ അല്ലെന്നാണ് പറയുന്നത്. നമ്മൾ കക്ക മേടിച്ച് പൊടിച്ചെടുത്താൽ കുമ്മായം ജൈവ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഇത് ഇടുവാണ്, എല്ലുപൊടി വേപ്പും പിണ്ണാക്കും. അപ്പോൾ ഒരു കുഴി പോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിരത്തി കൊടുക്കാം, മതി. നമുക്കിനി നടാം. ആദ്യം ഈ തൈയാണ് നടുന്നത്. ഇതിന്റെ ഇത്തിരി കുറവുണ്ട് കേട്ടോ മണ്ണ്. നമുക്ക് ഇവനെ തന്നെ നടാം. അപ്പോൾ ഒരു കുഴി കുഴിക്കുന്ന സംഭവം എടുത്ത് നമുക്ക് കുഴി ഒഴിക്കാം. നമ്മൾ ഇത്ര കുഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നട്ട് കൊടുക്കാം കേട്ടോ. നട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത ആളെ നടാം. നമുക്ക് അടുത്ത കുഴിക്കാം. എന്നാൽ നമുക്ക് ബീൻസ് നടാനൊന്നും അധികം അറിയില്ല കേട്ടോ. മാറിപ്പോയി. ബീൻസ് എങ്ങനെയാണ് നടണ്ടതെന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ ബീൻസ് ഉണ്ടാക്കി കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി ഇതെന്തോ കല്ലുണ്ടോ, അങ്ങനെ നടുവാണ്. ഇവിടെ കുഴി എടുക്കുക. ഇത് കുഴിച്ചിട്ട് കുഴിയുന്നില്ല. ഇത്തിരി ഇവിടെ നിന്ന് എടുക്കാവേ. നമുക്കിനി അടുത്ത തൈ വെക്കാം. അപ്പൊ നമ്മുടെ തൈ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് നനച്ച് വെച്ചേക്കുവാണ്. അത് കാരണം പെട്ടെന്ന് പോരും കേട്ടോ.
അടുത്ത തൈ. ഇത് നല്ല ആരോഗ്യമുള്ളൊരു തൈയാണ്. അപ്പോൾ നമുക്ക് ഇവനെ വെക്കാം. നമ്മൾ അവനെയും വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് തന്നെ നമുക്ക് വെക്കാം. എൻ്റെ കുഴിയെടുപ്പിൻ്റെ ഗുണം കാരണം എൻ്റെ അമ്മ തന്നെ കുഴിയെടുത്തു തന്നു കേട്ടോ. എനിക്ക് വെച്ചാൽ മാത്രം മതി. എല്ലാം നമുക്കിങ്ങനെ വെക്കാം. ഇവിടെ വെക്കാം. ഇതെല്ലാം അങ്ങനെ നട്ടു. നോക്കൂ, നമ്മൾ ഇത് നാട്ടിട്ട് എല്ലാം നട്ടിട്ടുണ്ട്. കൊണ്ടുപോകണം നമുക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ 1 2 3 4 5 6 തൈകളാണ് നട്ടത്. കണ്ടോ? അപ്പം നമ്മളെല്ലാം വളമൊക്കെ ഇട്ടെല്ലാം കറക്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം. നമ്മുടെ അടുത്ത സംഭവം ഇത് നമ്മളിന്ന് നടുന്നതല്ല കേട്ടോ. ഇത് ക്യാരറ്റാണ്. അപ്പോൾ ഇത് കൂട്ട് നല്ല ഭംഗിയുള്ള വേറെ ഒരു ചെടി കാണില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ ചെടി നമ്മൾ ഈ ക്യാരറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലുതായി വരുമ്പോഴത്തേക്ക് നല്ല രസം. ഇങ്ങനെ കുറേ പൂവല്ല, ഒരു ഇലയുടെ കളറും ആ ഒരു ഇതൊക്കെ നോക്കുമ്പോൾ നല്ല വലുതായിട്ട് ഇങ്ങനെ ഉണ്ട പോലെ വരും. അപ്പോൾ നല്ല രസം ഇത് നട്ടുപിടിപ്പിക്കുമ്പോൾ. നമ്മുടെ വീട്ടിൽ അലങ്കാരമായിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ്. അതുമല്ല, നമുക്ക് അത് നശിഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് ക്യാരറ്റും കിട്ടും കേട്ടോ. അപ്പം അതാണ് ഇതിൻ്റെ ഉപയോഗം. ഇനി ഇത് കണ്ടോ, ഇത് കണ്ടോ, ഈ ക്യാരറ്റിൻ്റെ വിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇപ്പം നോക്കി, ഇത് കണ്ടോ, ഇതാണ് ക്യാരറ്റിൻ്റെ വിത്ത്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കണ്ടോ? ഇത് വിത്താണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൽ ഉള്ളതാ, ഇങ്ങനെയാണ് പിടിച്ചു വരുന്നത്. അപ്പം ഇങ്ങനെ ഇത് വിത്തായിരിക്കും. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട്. അപ്പം അത് ഇവിടെ വേറെ കുറേ എണ്ണം ഉണങ്ങിയൊക്കെ നിൽപ്പുണ്ട്. വിത്ത് കണ്ടോ? ഇത് വിത്താണെന്ന് തോന്നുന്നു. ഇല്ല, ഇങ്ങനെ പിടിച്ചു നിൽക്കില്ല. അപ്പോൾ നമ്മൾ അത് പോട്ടെ. ഇതിൽ ഈ ഒരു ചുവട്ടിൽ 10 തൈയെങ്കിലും ഉണ്ടാവും കേട്ടോ. മാക്സിമം 10 തൈ ഒരിടത്തിൽ കാണും. ഇപ്പോൾ രണ്ടിലും കൂടിയിട്ട് 20 എണ്ണം കാണും. ഇത് കുഞ്ഞനാണോ? കുഞ്ഞനാണ് കഴിച്ചത്. ആണ്ട് ആ പൂച്ചേനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ സംസാരിക്കാനായിട്ട് നോക്കുവാണ്. ആ പൂച്ച അവിടെ ഇരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞൻ ഓടി പിടിക്കാൻ വേണ്ടി പോകണം. പക്ഷെ അവനൊരു പൊട്ടനാണ്, പിടിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. അവിടെ നോക്കിയാൽ ഇന്നൊന്നും കഴിയില്ല. ഇവന്മാർ ഭയങ്കര കുസൃതിയാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മുടെ ടോമി കോഴീനിട്ട് ഓടിക്കണുണ്ടായിരുന്നു. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എടുക്കുവാണെങ്കിൽ ഒത്തിരി കോഴിയുണ്ട്. 3 കോഴിയുണ്ട്. അതിന് എല്ലാത്തിനും ഇട്ട് ഓടിക്കണുണ്ട്. അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിൽ 10 തൈ വെച്ചാണെങ്കിൽ 2 തൈയിൽ 20 തൈ ഉണ്ട്. അപ്പോൾ ഇതിൽ 20 എണ്ണം വെച്ചാൽ 10 എണ്ണേ കിളുക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു വെറൈറ്റി ടൈപ്പ് ക്യാരറ്റിൻ്റെ തൈയാണ് കേട്ടോ. അപ്പം ചിലവരിത് ഒരുമിച്ച് വെക്കുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇത് കണ്ടോ, ഈ ഒരു തൈയായിട്ട് പറിച്ചെടുത്തിട്ടാണ് വെക്കണത്. അങ്ങനെ വെച്ച് 10 തൈ വെച്ചാൽ 10 വെക്കണമെങ്കിൽ 5 കിട്ടുള്ളൂ. അങ്ങനെ പകുതിയാണ് നമുക്ക് കിട്ടാറ്. അതാണ് ഈ തൈൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ എല്ലാം പിടിച്ച് കിട്ടുന്ന ഭാഗ്യമുള്ളവർക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവനാണ് ക്യാരറ്റ്. ഇതിൻ്റെ ഇല കണ്ടോ? ഈ ഇലയാണെങ്കിൽ പ്രത്യേക ടൈപ്പ് ഇലയാണ്. ഇത് കിളുത്ത് വരുമ്പോൾ നല്ല രസമാണ്. ഇനി ഞങ്ങളുടെ വീട്ടിൽ പണ്ടാണെങ്കിൽ ക്യാരറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട്. അവനെ ഞങ്ങൾ പറിച്ച് നോക്കുമ്പോൾ ഒരു കുഞ്ഞു ക്യാരറ്റ്. പക്ഷെ അത് പറിച്ച് തിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒടുക്കത്തെ കയ്പ്പ്. അത് മൂത്ത് പോയി. പക്ഷെ അതിൻ്റെ ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ വെക്കുന്ന വീഡിയോ ഇടാം കേട്ടോ. അപ്പം ഇതിനെയൊന്നും നമ്മളിപ്പോൾ വെക്കുന്നില്ല. ഇനി അടുത്തത് ഇതാണ് പടവലങ്ങ. പിന്നെന്താ, സോറി പീച്ചിലാണ് ഗൈസ്. അമ്മ എനിക്ക് പറഞ്ഞു തന്നു. എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് ഈ തൈകൾ നോക്കി പറയാനൊന്നും അറിയില്ല. ഈ സംഭവമൊക്കെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള തൈ ഞാൻ അധികം കണ്ടിട്ടില്ല. പീച്ചിലാണ് കേട്ടോ ഇത്. ഈ പീച്ചിൽ നമ്മുടെ വീട്ടിൽ അധികം ഇല്ല. പീച്ചിൽ വെച്ചിട്ട് തന്നെ കിളുത്ത് വരുമായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ കുരു നോക്കൂ. ഇത് കണ്ടോ, ഇതിൻ്റെ കുരുവാണിത്.
അതാണ് കിളുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ 2 തൈ ഉണ്ട്. ഇതിന് 2 എണ്ണത്തിന് എത്രയാ അമ്മ? ഒരു തൈക്ക് 10 രൂപ, ഒരു തൈക്ക് 5 രൂപയാണ്. 2 തൈയും കൂടി കൂട്ടി 10 രൂപ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഇതല്ലേ ഇതോ? ഇത് പീച്ചിലല്ലോ, പീച്ചില പടവല. കുമ്പളം പോയായിരുന്നു. കുമ്പളങ്ങ ഇപ്പം വെക്കില്ല. കുമ്പളം മേടിച്ചാലും വെക്കാറില്ല. പക്ഷെ അമ്മ ആദ്യമായിട്ട് 2 മേടിച്ചു. ഇത് പീച്ചിലല്ലേ? ഇത് പീച്ചിൽ. ഇത് പീച്ചില. ഇത് കണ്ടോ ഗൈസ്, പീച്ചിലിന്റെ ഇലയുടെ ഡിസൈൻ കണ്ടോ? ഇത് ഏതോ ഒരു രാജ്യത്തിന്റെ ഇലയുടെ കളർ ഇതുപോലെ ഉണ്ട് എനിക്ക് കണ്ടിട്ട് തോന്നണേ. ഇത് പീച്ചിലും ഇതെന്തുവാ? കുമ്പളം. ഇത് എനിക്ക് പേര് കിട്ടുന്നില്ല. ഇത് കുമ്പളാണ് കേട്ടോ, മാറിപ്പോയി. ഇത് പീച്ചിൽ, ഇത് കുമ്പളം. ഓക്കെ, ഇവർ 2 പേരും ഉണ്ട്. ഇവർക്ക് 2 പേർക്കും 5 അല്ലേ? പിന്നെ ഇതിന് 5 ആണ് കേട്ടോ പീച്ചിലിന്. കുമ്പളത്തിന് നമ്മുടെ ഇന്ന് 4 രൂപ മേടിച്ചുള്ളൂ ഒരെണ്ണത്തിന്. അപ്പോൾ ഇനി അടുത്ത സംഭവം ഇതാണ്. ഇത് നമ്മുടെ തക്കാളിക്കുട്ടൻ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് നമ്മുടെ വീട്ടിൽ തക്കാളിക്ക 2 എണ്ണം 3 എണ്ണം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എത്രണ്ണം? 8 എണ്ണം ഉണ്ടായിട്ടുണ്ട് ഗൈസ്. 8 തക്കാളിക്ക. എല്ലാം ഞാൻ പോണതിന് മുമ്പ് കാണിച്ചു തരാം. അപ്പോൾ ഈ തക്കാളിയുടെ ഇത് കണ്ടതേ, മിക്കയിലും കുരു ഉണ്ട് കേട്ടോ, കുരു കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തക്കാളി. തക്കാളിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന സംഭവം ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ അടുത്ത സംഭവം, ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് ആരായിരിക്കും തന്നു വിട്ടേന്നായിരിക്കും. ഇത് കണ്ടു, ഇതിൻ്റെ വേരൊക്കെ അടിയിൽ കൂടി ഇറങ്ങിപ്പോയി. ഇത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. അമ്മ, ഈ തക്കാളിക്ക് എത്ര വില? തക്കാളിക്ക് ഒരു തൈക്ക് 4 ആണ്. അപ്പോൾ ഇത്രയും വളർന്നു പോയിട്ട് അപ്പോൾ അവിടെ ഇരുന്നതായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ പറഞ്ഞ് ഇതാരും മേടിക്കുകയില്ല, ഒരു ഇതും ഇല്ല, ഉപകാരം ഇല്ല എന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് എൻ്റെ അമ്മ അവിടെ ചെല്ലണേ. അപ്പോൾ അമ്മ ചോദിച്ചില്ലായിരുന്നു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇതിപ്പോൾ ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു കേട്ടോ. ഇത്രയും വളർന്നതുകൊണ്ട് ആര് നടാനാ? ഇത് നട്ടാലും നട്ടാവുമോന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നട്ട് നോക്കാം. അപ്പോൾ ഇതൊക്കെ വേറെ വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ വേരൊക്കെ അപ്പാടെ ഇതായിട്ടുണ്ട്, ഇത് കണ്ടോ. നമ്മളപ്പോൾ ഇവനെ നടണം. അപ്പോൾ ഇവൻ ഇത്തിരി വലുതായിട്ടോ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ എൻ്റെ തക്കാളി കുട്ടനെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തക്കാളിക്ക. ഇത് 2 പേര് ആണ്. ഇവിടെ 2 പേരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത് നമ്മളിപ്പോൾ കലോത്സവത്തിൻ്റെ ഇതായതുകൊണ്ട് അമ്മമാർക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട് അതാവോ ഇനി പോയാലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ അധികം നോക്കാത്തത്. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ഒരു വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്ലിയർ ആക്കാൻ നോക്കുന്നുണ്ട്. നന്നായാൽ നന്നാവും. ഇത് കണ്ട് ഇടക്കൂടിയൊക്കെ ചുമ്മാ നടന്നു വേണം. അപ്പം ഇത് നമ്മൾ കണ്ടുപിടിച്ചൊരു, നമ്മളല്ല, നമ്മൾ വേറെ ഇതിൽ നോക്കി കണ്ടുപിടുത്താണ് എൻ്റെ അമ്മ. അപ്പം അത് വെച്ചിട്ട് നമ്മളിങ്ങനെ കിട്ടി വെച്ചേക്കുന്നതാണ്. അപ്പം ഇത് 2 തക്കാളി, ഇത് 2 തക്കാളി, ഇപ്പം 4 തക്കാളിയായി. ഇത് കണ്ടോ, ഇത് വലിയ തക്കാളിയാണ് കേട്ടോ, ഇത്തിരി വലുതാണ്. ഇത് കണ്ടോ, ഇവനാണ് ആദ്യമായിട്ട് ഈ തക്കാളി നട്ടപ്പോൾ ഉണ്ടായത്. ഇവൻ രണ്ടാമതുണ്ടായതാണ് കേട്ടോ. എന്താണ് വലിപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 4 സെറ്റ് വേറെ മേടിച്ചത് ഇവരാവോന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് വേറെ നടാന്ന് വെച്ച് മേടിച്ചതാണ്. എന്തായാലും ഇവരെ നമ്മൾ നോക്കും. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ മൊത്തത്തിൽ 6 തക്കാളിക്ക് ആയിട്ടുള്ളൂ. 2 തക്കാളി നമ്മുടെ കോഴി മമ്മീസ് തിന്നു ഗൈസ്. അതുങ്ങളെ കൊണ്ടൊരു രക്ഷയില്ല, എല്ലാം കൊത്തി തിന്നും. ഒന്നാമത് ചട്ടിയിലും കൂടി അല്ലാത്തത് കൊണ്ട് ഫുള്ള് കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത ദിവസമായിട്ട് വേറെ അതിൻ്റെയൊക്കെ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ബൈ.